ഹലോ, ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ക്രാഫ്റ്റും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വെറുതെ ഫേസ് കാണിച്ചിട്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ക്രാഫ്റ്റിലൂടെയാണ് ഈ ഒരു ജേണി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 2024 ജൂലൈ 29 കേട്ടോ. അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ വ്യൂസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 4000-ൻ്റെ അടുത്തൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 10 ദിവസത്തോളം പിന്നീട് ഷോർട്സ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10ൻ്റെ താഴെയാണ് എനിക്ക്, അതായത് 10,000-ൻ്റെ താഴെയാണ് എനിക്ക് വ്യൂസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എന്തായിട്ട് മില്യൺ വ്യൂസ് ഇല്ലാണ്ട് നമുക്ക് എന്തായിട്ടും ചാനൽ മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പിന്നീട് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 3 എനിക്ക് 500 സബ് തികഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓഗസ്റ്റ് 26 എനിക്ക് 1000 സബ് തികഞ്ഞത്. ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായിട്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ബന്ധുക്കാരുടെ അടുത്തൊക്കെ ചാനൽ സബ് ചെയ്യാൻ വേണ്ടി പറയുമല്ലോ. അപ്പോൾ അതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 50 പേരാണ് എനിക്ക് ആദ്യം തന്നെ സബ്ബായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒക്കെ എനിക്ക് പുറമേ നിന്ന് വന്നിട്ടുള്ള ഒരു സബ്ബായിരുന്നു കേട്ടോ. എനിക്ക് എന്താണ് സബിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ആ ഒരു വാച്ച് അവർ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ ഒരു 100ൻ്റെ അടുത്തൊക്കെ എനിക്ക് വാച്ച് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെപ്റ്റംബർ 9 ചാനൽ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. ആ ഒരു സമയത്ത് എനിക്ക് 1296 സബ് ഉണ്ടായിരുന്നു കേട്ടോ. 1000 സബ് തികഞ്ഞപ്പോഴും പിന്നെ ഈ ഒരു ക്രൈറ്റീരിയ പെട്ടെന്ന് തന്നെ, അതായത് 2 മാസം കൊണ്ടാട്ടോ ആ ഒരു ക്രൈറ്റീരിയ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. എന്താ എനിക്കറിയില്ല, എനിക്ക് എന്തോ ഒരു ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ക്രൈറ്റീരിയ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അങ്ങ് കംപ്ലീറ്റ് ആവുകയുണ്ടായത്. അങ്ങനെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മോണിറ്റൈസേഷൻ്റെ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇതിനെക്കുറിച്ച് അറിയുന്ന ആരും എൻ്റെ കൂടെ ഇല്ല. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ ഇല്ല എന്നൊക്കെയുള്ള ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു എനിക്കും. എന്നാലും ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് കോർണർ മലയാളം പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലില്ലേ, ആ ചാനലിലത്തെ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ മോണിറ്റൈസേഷൻ്റെ അപ്ലൈയിങ് ഒക്കെ ചെയ്തത്. പിന്നീട് സെപ്റ്റംബർ 16 ആയപ്പോഴാണ് എൻ്റെ ചാനൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് മോണിറ്റൈസ് ആയി കിട്ടിയത് കേട്ടോ. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഡോളറായിട്ട് കയറിയത് $0.7 കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത് ഒരു കുപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് എനിക്ക് 26,000 വ്യൂസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസിനൊക്കെ ഏകദേശം ഒരു 10,000-ൻ്റെ അടുത്ത് അല്ലെങ്കിൽ 5,000-ൻ്റെ അടുത്ത് 2,000-ൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് പറയുക, പെട്ടെന്ന് തന്നെ ആ ഒരു 4,000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. എനിക്ക് പിന്നെ മറ്റുള്ളവരുടെ കളിയാക്കലുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകളോ അല്ലെങ്കിൽ സപ്പോർട്ടിലേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളാണ് അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഈ കളറ്, പശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരുമെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങ് പൈസ ഇതിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള വേസ്റ്റായിട്ടുള്ള കളയുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു കേട്ടോ, എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെൻ്റെ ആദ്യത്തെ ചാനലല്ല കേട്ടോ, എൻ്റെ 3ാമത്തെ ചാനലാണ്. അപ്പോൾ ആദ്യത്തെ ചാനൽ ഒരു കുക്കിങ്ങിൻ്റെ ചാനലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 850 സബ്ബും പിന്നെ ഒരു 1500 മണിക്കൂറും കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കങ്ങ് മടുത്തു. അങ്ങനെ ഞാൻ പിന്നെ PSCൻ്റെ പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോയി. പിന്നെ ഒരു ലിസ്റ്റിലൊക്കെ കയറി കൂടിയപ്പോഴത്തേക്കും പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ പഠനത്തിനായിട്ടിരുന്നു. പിന്നെ കുറേ കാലം പഠനത്തിന് വേണ്ടിയിട്ട് ഇരുന്ന് പിന്നെ ശരിയാവില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് അതങ്ങ് ഒഴിവാക്കി. പിന്നെ രണ്ടാമത് ഞാനൊരു ചാനൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇമെയിൽ IDയിൽ എൻ്റെ കുട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ട് അൺലിസ്റ്റഡ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടു, അതൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചാനലിന് എൻ്റെ പേര് തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. വേറെ പേരൊന്നും ഇടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നമുക്ക് വല്ല പ്ലേ ബട്ടണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പേര് ഇട്ടത് ഞാൻ. ഈ ഒരു ചാനൽ ഞാൻ അധികം ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും വിശേഷമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവില്ലേ, ഓണം പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ വ്ളോഗ് എടുക്കാറുണ്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാവുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ചില സന്ദർഭങ്ങളാണല്ലോ, അങ്ങനത്തതൊക്കെ ഞാൻ വ്ളോഗുമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വ്ളോഗിനൊക്കെ താരതമ്യേന വ്യൂസ് വളരെ കുറവാണ്. ക്രാഫ്റ്റിനാണ് പിന്നെ എനിക്ക് വ്യൂസ് കിട്ടാറുള്ളത് കേട്ടോ.
ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയും അതുപോലെ തന്നെ അനിയത്തിയും പിന്നെ 1-2 ചേച്ചിമാരും അതുപോലെ തന്നെ 1-2 സുഹൃത്തുക്കളാണ്. അവർ സ്ഥിരമായിട്ട് കറക്റ്റ് വീഡിയോ കാണും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നുണ്ടായിരുന്നത്. എൻ്റെ മുന്നത്തെ ചാനലൊക്കെ ഞാൻ പകുതിക്ക് വിട്ട് പോയതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിന് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടായിരുന്നു ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ആൾ തന്നെയുണ്ട് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു കളർ മേടിക്കാനും പശ മേടിക്കാനും അങ്ങനെയുള്ള ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും ആൾ തന്നെയാണ് പൈസ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ താഴെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുമോ സബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1.5 GB നെറ്റൊക്കെയാണ് ഞാൻ കയറ്റാറുള്ളത്. അപ്പോൾ അത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, അതായത് ഒരു 5 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 900 MB ഒക്കെ എടുത്ത് തീർന്നിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേന് ഏകദേശം നെറ്റ് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ അവരുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റുക? അപ്പോൾ അങ്ങനെ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുടെ ചാനലൊന്നും സബ് ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ വെറുതെ സബ് ചെയ്തിട്ട് അവർക്ക് അത് ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചാനലൊന്നും സബ് ചെയ്യാൻ പോവാറില്ല കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം, പിന്നെ J4 ടെക്, ഷിജോ പി എബ്രഹാം, അങ്ങനെ 3 ചാനൽ നോക്കിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും 4 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇടണമെങ്കിലും ഒരു 2-3 മണിക്കൂറിൻ്റെ ആ ഒരു കഷ്ടപ്പാടുണ്ട്. പക്ഷേ ആ ഒരു കഷ്ടപ്പാടിനുള്ള ഒരു ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം. പിന്നെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഫോൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോൺ റിയൽമീൻ്റെ C35 പറഞ്ഞിട്ടുള്ള ഫോണാണ് കേട്ടോ. അത് 12,000 റുപ്യേൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ശരിക്കും ക്ലാരിറ്റി തീരെ ഉണ്ടാവില്ല. നമ്മുടെ ആ ഒറിജിനൽ ഭംഗി ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് പലപ്പോഴും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 600 രൂപേൻ്റെ റിംഗ് ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറവുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് വെളിച്ചം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ട്രൈപോഡ് മേടിച്ചതും ഇങ്ങനെ ഈ മേശമേലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 600 രൂപേൻ്റെ ഒരു ട്രൈപോഡാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ ഐഡിയാസൊക്കെ നിനക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് കേട്ടോ. അപ്പോൾ അതിനോട് എനിക്കൊരു നല്ല താല്പര്യമാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചിത്രം വരക്കും, പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ ഞാനിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ ഓരോരോ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അതിങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെയുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ യൂട്യൂബിൽ നിന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോടായിട്ട്, യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് റീച്ച് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പല വീഡിയോസും അങ്ങ് ഡൗൺ ആയിട്ട് കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക, ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മാസം കറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ സബ്ബും അതുപോലെ തന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ യൂട്യൂബിൻ്റെ ജേണി എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ. ഞാൻ എന്തായിട്ടും മറുപടി അറിയിക്കാം.